പാലക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തോരൻ വെച്ച് മാത്രം കഴിക്കുന്നവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അതിനുവേണ്ടി ആദ്യമേ തന്നെ പാത്രത്തിൽ എണ്ണ വെച്ച് ചൂടാക്കുന്നുണ്ട്. ഏത് തരം ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതൊരു നാടൻ റെസിപ്പി അല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കണേ. ഏകദേശം ഒരു അര സ്പൂണോളം ജീരകം ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഇതിനെ ചെറിയ ഒരളവിലാക്കാനായിട്ട് പാടില്ല, കാരണം ജീരകത്തിൻ്റെ ടേസ്റ്റ് വളരെ നല്ലതാണ് ഈ ഒരു റെസിപ്പിക്ക്. അപ്പം നമ്മുടെ ജീരകം നന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ജീരകമൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും നല്ല ബ്രാൻഡുള്ള കായപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കായപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലതായിട്ട് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയായിട്ട് തന്നെ ചേർക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ചേർക്കുന്നത് ഒരു സവാള നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു മീഡിയം സൈസ് ഇഞ്ചിയും പിന്നെ 2 പച്ചമുളക് എരിവിന് ആവശ്യത്തിനാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. ചേർത്തുള്ള ചേരുവകളുടെ പച്ചച്ചുവയൊക്കെ നമുക്കൊന്ന് നല്ലോണം മാറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര സ്പൂണോളം മുളക് പൊടിയും അര സ്പൂണോളം മല്ലിപ്പൊടിയുമാണ്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മൾ ചേർത്തിട്ടുള്ള പൊടികളുടെ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറി വരുന്ന രീതിയിൽ അല്പം സമയം എടുത്ത് തന്നെ നമ്മളത് വഴറ്റിയെടുക്കാനായിട്ട് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം. പൊടികളുടെ പച്ചച്ചോവയൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെ ഒരു കെട്ട് പാലക്ക് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഞാനതിൽ ഉപ്പൊന്നും അധികം ചേർത്തിട്ടില്ല. കാരണം നമ്മളുടെ ഈ പാലയ്ക്ക് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാവും. അപ്പോൾ ഈ പാലക്ക് ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ചീരയുടെ വർഗ്ഗത്തിൽപ്പെടുന്ന ഒന്നാണ് പാലക്കെന്ന് പറയുന്നത്. ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ പാലക് ചീര. കിട്ടുന്നവർ തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമ്മളുടെ ചീര ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാണുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നിയാലും ആവി കയറി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ ചുരുങ്ങി വരും. പാലക്കൊക്കെ ആഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കുക്കറിലോട്ട് കുറച്ച് പരിപ്പ് നല്ലോണം കഴുകിയതിന് ശേഷം അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു കപ്പോളം പരിപ്പുണ്ട് കേട്ടോ ഇത്. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു തക്കാളി ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പകുതി ഭാഗം മാത്രം നമുക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. പരിപ്പ് പുറത്ത് തൂക്കി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചേർക്കുന്നതോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഇടുന്നതോ വളരെ നല്ലതാണ്. പരിപ്പ് അങ്ങനെ പുറത്ത് തൂവിപ്പോകത്തില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ള പരിപ്പ് മസൂർ ദാലാണ്. നിങ്ങൾക്ക് ഏത് തരം പരിപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് പരിപ്പ് യൂസ് ചെയ്താലും നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് മഷി പോലെ വരത്തക്ക രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ 3-4 വിസിൽ വരെ അടിക്കുന്നത് നല്ലതാണ് പരിപ്പ് വേകാനായിട്ട്. വേവ് കൂടുതലുള്ള പരിപ്പാണെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രം വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് നമ്മളുടെ പാലക് ചീരയിലോട്ട് ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പരിപ്പ് വേവിക്കാൻ നേരം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പാലക്കിലും അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ നോക്കിയിട്ട് മാത്രം ഉപ്പ് പോരായിക തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ കറി നല്ലതുപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണേ. അപ്പോൾ നമ്മളുടെ കറിയൊക്കെ തിള കയറി വരാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു ടൊമാറ്റോ പീസസ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് നമുക്കിതുപോലെ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ചോറിനൊപ്പമോ ചപ്പാത്തിക്കൊപ്പമോ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പാലക് ദാലിൻ്റെ റെസിപ്പിയാണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം കൺസിസ്റ്റൻസി വേണം അതനുസരിച്ചിട്ട് വേണം നിങ്ങളതിൻ്റെ കൺസിസ്റ്റൻസിയെ മാനേജ് ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ പോലെ പരിപ്പായതുകൊണ്ട് തന്നെ ഈ കറി ചൂടാറും തോറും നന്നായിട്ട് കുറുകി വരാനായിട്ട് തുടങ്ങും. അപ്പം ആ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങളത് മാനേജ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പം ഞാനിപ്പം ഇത് വാങ്ങുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിക്കാണ്. ഇതാകുമ്പോൾ ചൂടാറിയാലും അത്യാവശ്യം നല്ലൊരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് ചോറോ ചപ്പാത്തിയോ ഒക്കെ കഴിക്കാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നേക്കരുത്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.